ഹായ് ഡിയേഴ്സ്, ഇന്ന് പ്രത്യേകിച്ച് ഒരു ജോലിയും കൂലി ഇല്ലാത്തൊരു ദിവസം എന്നൊക്കെ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്നോട് ചോറും കറിയൊന്നും വെക്കണ്ടെന്ന് അപ്പുറത്തെ വല്യമ്മയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അവർ ബലി ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. അപ്പം ഞാൻ വെച്ച് ഈ വണ്ടിയൊക്കെ കഴുകിയിട്ട് കുറേ നാളായി കേട്ടോ. ഇന്നലെയാണെങ്കിൽ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്നോട് അപ്പച്ചി പറഞ്ഞായിരുന്നു, ഈ സ്കൂട്ടിയൊന്നും നീ കഴുകാറില്ലേന്ന്. അതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം ഗൈസ്. ഫുൾ പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കുവാണ്. ഇങ്ങനെ എന്തായാലും സ്കൂട്ടി കഴുകണമല്ലോ, അപ്പോൾ കാറും കഴുകിയിട്ട് കുറേ ദിവസമായി കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു അതൊന്ന് ഫ്രണ്ടിലോട്ട് എടുത്ത് ഇട്ടിട്ട് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കാറിൽ മൂടിയിട്ടിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അബി പിന്നെ ഷാമ്പൂ ഒക്കെ കലക്കി അങ്ങനെ അബിയാണെങ്കിൽ കഴുകാൻ വേണ്ടി ഫ്രണ്ട് നിൽക്കുവാണേ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടിയൊക്കെ കഴുകുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, നീ വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാൻ വീഡിയോ എടുക്കുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയാം, ഈ ഡ്രസ്സ് മതി, ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സ് മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനിങ്ങ് കയറി നോക്കിയപ്പോൾ അബിയാണെങ്കിൽ കോട്ടൊക്കെ എടുത്തിട്ടിട്ട് റെയിൻ കോട്ട് ഇട്ടിട്ട് അങ്ങ് കഴുവൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഞാൻ മഴ തോർന്നു. അപ്പോഴത്തേനും നമ്മൾ കഴുകി കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാനൊരു തോർത്ത് വെച്ച് അതങ്ങ് തുടച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ എടുത്തിട്ട് വണ്ടിയുടെ ടയറിലൊന്നും കാറ്റില്ല കേട്ടോ. എനിക്കിത് എങ്ങനെയെങ്കിലും റോഡിൽ കയറ്റിയാലല്ലേ കൊണ്ടുപോയി കാറ്റടിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇട്ടേക്കുവാണ്. പിന്നെ ഞാൻ സ്കൂട്ടി എടുത്തിട്ട് ഇച്ചിരി ഫ്രണ്ടിലോട്ട് എടുത്തു. സ്കൂട്ടിയിലെ അഴുക്ക് നിങ്ങൾ കണ്ടിട്ട് എന്നെ ഒന്നും പറയരുത് കേട്ടോ. അത് പൊടി പിടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനങ്ങ് കഴുകാൻ തുടങ്ങിയാണ്. ഈ സ്കൂട്ടിയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് കുറച്ച് പറയാനുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂട്ടി എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ കൊണ്ടുപോയിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എനിക്ക് വാങ്ങി തന്നെയാണ്. അപ്പം ഒരു അഗാധമായൊരു ബന്ധമുണ്ട് എനിക്ക് ഈ സ്കൂട്ടി തമ്മിൽ. ഏകദേശം 11 വർഷമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ 11 വർഷം കൊണ്ട് ഞാൻ ഓടിക്കുന്നതാണ്. അപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഇതുമായിട്ട്. അന്ന് ആക്റ്റീവ ഭയങ്കര ഫേമസ് ആയിരുന്ന ടൈമായിരുന്നു. അപ്പോൾ പിന്നെ അത് എന്നെ കൊണ്ട് എടുക്കാൻ പൊങ്ങത്തില്ല, വെയിറ്റാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇത് തന്നെ എടുത്തതാണ് കേട്ടോ പ്ലഷർ. പിന്നെ ഇത് മാറിയിട്ടൊന്നും ഇല്ല, മാറണമെന്നുണ്ട്. എങ്കിലും എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിൽ തന്നെയാണ് ഞാൻ ഓടിച്ച് പഠിച്ചതും ഒക്കെ. എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഏകദേശം കഴുകി തീരാറായി ഗൈസ്. ഞാനാകെ തളർന്നു പോയി കേട്ടോ. ഇന്ന് ഭയങ്കര വൻപിച്ച ജോലിയായിരുന്നു. ഇനി തുണി കുറേ കഴുകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞു. അപ്പോൾ രണ്ടും സുന്ദര കുട്ടപ്പന്മാരായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.